എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. മൂകാംബിക വാണിയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. അക്ഷയതൃതീയ. എന്താണ് അക്ഷയതൃതീയ? അക്ഷയതൃതീയ ദിവസം നാം എന്തൊക്കെ ചെയ്യണം എന്നൊക്കെയാണ് ഈ അധ്യായത്തിൽ വിവരിക്കുന്നത്. അക്ഷയം എന്നാൽ ഒരിക്കലും ക്ഷയിക്കാത്തത്, ഒരിക്കലും നശിക്കാത്തത് എന്നാണ് അർത്ഥം. ഏത് കർമ്മം ചെയ്താലാണോ അക്ഷയമായ പുണ്യം ലഭിക്കുക, അതിന് വിശേഷപ്പെട്ട ദിനമാണ് അക്ഷയതൃതീയ. എന്നിരുന്നാലും പുണ്യപ്രവൃത്തികൾ ചെയ്യുവാനായി വിശേഷ ദിനം തന്നെ വേണം എന്നല്ല അർത്ഥമാക്കുന്നത്. അക്ഷയതൃതീയ ദിനത്തിൽ ചെയ്യപ്പെടുന്ന സ്നാനം, ദാനം, ജപം, ഹോമം, പിതൃതർപ്പണം, പൂജകൾ എന്നീ കർമ്മങ്ങൾ അക്ഷയമായ ഫലം പ്രദാനം ചെയ്യുന്നു. അക്ഷയതൃതീയ ദിനത്തിൽ യുക്തമായ ദാനങ്ങൾ നൽകുക എന്നുള്ളതാണ് പ്രധാനം. വൈശാഖ മാസത്തിലെ ശുക്ലപക്ഷ തൃതീയ ദിനത്തിൽ അക്ഷയതൃതീയ കൊണ്ടാടപ്പെടുന്നു. സൂര്യനും ചന്ദ്രനും ഒരുപോലെ പ്രഭാവമുള്ള ദിനമാണ് അന്ന്. ഇക്കൊല്ലത്തെ അക്ഷയതൃതീയ ഏപ്രിൽ 19 ഞായറാഴ്ചയാണ് വരുന്നത്. 19-ാം തീയതി രാവിലെ 10:49 തൃതീയ തിഥി ആരംഭിച്ച് 20-ന് 7:27 അവസാനിക്കുന്നു. 19-ന് രാവിലെ 11:56 AM മുതൽ 12:45 PM വരെ ആണ് അഭിജിത്ത് മുഹൂർത്തം. അക്ഷയതൃതീയ ദിനം സ്വർണം, വെള്ളി മുതലായവ വാങ്ങുന്നതിനും ശുഭകരമായ കാര്യങ്ങൾ തുടങ്ങി വയ്ക്കുന്നതിനും അതീവ ഉത്തമമാണ്. മഹാവിഷ്ണുവിൻ്റെ 6ാമത്തെ അവതാരമായ പരശുരാമൻ ജനിച്ചത് അക്ഷയതൃതീയ ദിനത്തിലാണ്. ആയതിനാൽ ഈ ദിനം പരശുരാമ ജയന്തിയായി ആചരിക്കുന്നു. ഭഗവാൻ വേദവ്യാസൻ മഹാഭാരതം എഴുതിത്തുടങ്ങിയതും ഭഗീരഥ മുനിയുടെ തപസ്സിലൂടെ ഗംഗാനദി ഭൂമിയിലേക്ക് ഒഴുകിയെത്തിയതും ഈ ദിനത്തിലാണ്. ശ്രീകൃഷ്ണൻ കുചേലന് സമ്പത്ത് നൽകിയതും വനവാസകാലത്ത് പാഞ്ചാലിക്ക് അക്ഷയപാത്രം ലഭ്യമായതും അക്ഷയതൃതീയ ദിനത്തിലാണ്. പാർവതീദേവി അന്നപൂർണേശ്വരിയുടെ അവതാരമെടുത്തതും ഈ സുദിനത്തിലാണ്. മാത്രമല്ല, മഹാവിഷ്ണു മഹാലക്ഷ്മിക്ക് തൻ്റെ വക്ഷസ്സിൽ കുടിയിരിക്കാനുള്ള അനുവാദം നൽകിയതും അക്ഷയതൃതീയ ദിനത്തിലാണ്. മഹാലക്ഷ്മി കുബേരന് അതീവ സമ്പത്ത് നൽകി അനുഗ്രഹം പ്രദാനം ചെയ്തതും അക്ഷയതൃതീയ ദിനത്തിലാണ്. ആയതിനാൽ ഈ ദിനം മഹാലക്ഷ്മി ഭജനം ചെയ്യുക വളരെ ഉത്തമമാകുന്നു. വീടുകളിൽ അന്നേ ദിവസം മഹാലക്ഷ്മി പൂജ ചെയ്യാം. പ്രഭാത സ്നാനത്തിന് ശേഷം പ്രധാന വാതിലിന് മുകളിലായിട്ട് മാവില കൊണ്ട് തോരണം ചാർത്തുക. ദേവിയെ വീട്ടിലേക്ക് ആനയിക്കുന്നതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. പൂജാമുറിയിൽ ലക്ഷ്മി ചിത്രമോ അല്ലെങ്കിൽ ശ്രീചക്രമോ വെച്ച് അതിന് മുന്നിലായിട്ട് ഒരു നെയ്വിളക്ക് കൊളുത്തി വയ്ക്കാം. ഒപ്പം തന്നെ ഒരു ഉരുളിയിലോ ശുദ്ധമായ പാത്രത്തിലോ അല്ലെങ്കിൽ ശുദ്ധമായ ഒരു ഗ്ലാസ്സിലോ, സ്റ്റീൽ ഗ്ലാസ്, അതിലോ ശുദ്ധമായ ജലം നിറച്ച് അതിൽ കുറച്ച് പച്ചക്കർപ്പൂരം, ഒരു 7 ഏലക്കായ, ഒരു 7 ഗ്രാമ്പു ഇട്ട് വയ്ക്കുക. അതോടൊപ്പം തന്നെ ഒരു കലശത്തിലോ ശുദ്ധമായ പാത്രത്തിലോ പച്ചരി നിറച്ച് വയ്ക്കുക. ഒരു നാളികേരവും വയ്ക്കുക. ഒപ്പം തന്നെ ചെറിയ പറയുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ചെറിയ ശുദ്ധമായ പാത്രം മതി, അതിൽ നിറയെ നാണയങ്ങൾ നിറച്ച് വയ്ക്കുക. എന്നിട്ട് മഹാലക്ഷ്മിയെ റോസാപ്പൂക്കളോ താമരപ്പൂക്കളോ കൊണ്ട് പൂജ ചെയ്യാം. റോസാപ്പൂക്കളും താമരപ്പൂക്കളും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ മണമുള്ള ഏത് പുഷ്പമാണെങ്കിലും എടുക്കാം. മുല്ലപ്പൂവോ അല്ലെങ്കിൽ മണമുള്ള മറ്റേതെങ്കിലും പുഷ്പമോ നമുക്ക് സമർപ്പിക്കാം. നിവേദ്യത്തിനായിട്ട് പാൽപ്പായസം, ശർക്കര പൊങ്കൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഫലവർഗ്ഗങ്ങൾ സമർപ്പിക്കാം. അന്നേ ദിവസം നിവേദ്യത്തിനായിട്ട് നെല്ലിക്ക സമർപ്പിക്കുന്നതും അത്യുത്തമമാണ്. കാരണം ശങ്കരാചാര്യർ കനകധാരാസ്തോത്രം ജപിച്ച് ദേവിയെ പ്രസാദിപ്പിച്ചത് അന്നേ ദിവസമാണ്. തൻ്റെ ഭക്തന് വേണ്ടി സ്വർണ്ണ നെല്ലിക്ക മഴ പെയ്യിച്ചു എന്നാണ് വിശ്വാസം. സ്വർണം, വെള്ളി വാങ്ങാൻ അത്യുത്തമമായ ദിവസമാണ് അക്ഷയതൃതീയ. എന്നിരുന്നാലും അതിനുള്ള സാമ്പത്തിക ഇല്ലാത്തവർ വിഷമിക്കേണ്ടതില്ല. അതിന് പകരമായിട്ട് ഒരു പാക്കറ്റ് കല്ലുപ്പോ, ഒരു പാക്കറ്റ് മഞ്ഞൾപ്പൊടിയോ, കുറച്ച് മഞ്ഞളോ വാങ്ങിയാലും സ്വർണവും വെള്ളിയും വാങ്ങുന്നതിലൂടെ ലഭിക്കുന്ന അതേ പുണ്യഫലം ലഭ്യമാകുന്നു. അതുപോലെ അടുത്ത്
മഹാലക്ഷ്മി പ്രാധാന്യമുള്ള അമ്പലമുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ ലക്ഷ്മി നാരായണ ക്ഷേത്രമുണ്ടെങ്കിൽ അവിടെ ചെന്ന് പ്രാർത്ഥിക്കുക. അന്നേ ദിവസം അവരവരുടെ കഴിവിനനുസരിച്ച് മഞ്ഞൾ പറ സമർപ്പിക്കാം, ഇല്ലെങ്കിൽ ശ്രീ സൂക്ത പുഷ്പാഞ്ജലി കഴിപ്പിക്കാം. 20-ാം തീയതി രാവിലെ പ്രഭാത സ്നാനത്തിന് ശേഷം സൂര്യന് അർഘ്യം നൽകുകയും ആദിത്യ ഹൃദയ സ്തോത്രം ജപിക്കുകയും ചെല്ലുന്നത് അത്യുത്തമമാണ്. അങ്ങനെ എല്ലാ സജ്ജനങ്ങൾക്കും അക്ഷയ തൃതീയയുടെ പുണ്യം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥനയോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.